പോലീസ് സംഘടനാ പുനഃക്രമീകരണത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ഇപ്പോൾ സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുന്നു. തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞയാണ് ചേരുന്നത്. ആജ്ഞ രവീന്ദ്രൻ, ഇതിലിപ്പോൾ ചിലപ്പോൾ സാങ്കേതികമായ ഒന്നാകാം ഈ സ്റ്റേ, എങ്കിൽ പോലും പ്രാഥമികമായി ഇതൊരു തിരിച്ചടി എന്നുള്ളതാണല്ലോ. ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന സർക്കാരിന്റെ ആവശ്യം കോടതി തള്ളി. ഉത്തരവ് സ്റ്റേ ചെയ്തില്ല എങ്കിൽ ഹർജി നിലനിൽക്കില്ല, അത് അപ്രസക്തമായി പോകുമെന്നാണല്ലോ കോടതി പറഞ്ഞത്. എന്തായിരുന്നു കോടതിയിൽ നടന്ന പ്രാഥമികമായ നടപടിക്രമങ്ങൾ ഈ വിഷയത്തിൽ? അഭിലാഷ്, പ്രധാനമായിട്ടും കോടതി ചോദിച്ചത് DGPയുടെ റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു തീരുമാനം ആഭ്യന്തര വകുപ്പ് കൈക്കൊണ്ടതെന്നാണ്. അത് മാത്രമല്ല, പോലീസ് സംഘടനകളുടെ പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണ് സർക്കാർ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിഷയത്തിന്റെ പശ്ചാത്തലം ഇതിന്റെ ഭാഗമായിട്ട് നിലവിലുള്ള സംഘടനയുടെ സംവിധാനത്തിൽ മാറ്റം വരുത്താനും അതുപോലെ ആസ്തി വിഭജനം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് തീരുമാനിച്ചിരുന്നത്. ഇതിനായിട്ട് അഡ്ഹോ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിരുന്നു, അതിന് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തതാണ്. അത് പക്ഷേ അഡ്ഹോ കമ്മിറ്റിയുടെ പ്രവർത്തനവും കോടതി തടഞ്ഞിട്ടുണ്ട്. ഈ ആസ്തി വിഭജനത്തിന്റെ അനുപാതം എങ്ങനെയാണ് തീരുമാനിച്ചത് എന്നാണ് കോടതി ചോദിക്കുന്നത്. അതാണ് DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആസ്തി വിഭജനത്തിന്റെ അനുപാതം തീരുമാനിച്ചത് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ഉത്തരവ് സ്റ്റേ ചെയ്തെന്നായിരുന്നു സർക്കാർ ആവശ്യം നൽകിയത്, ഹർജി നൽകിയതിലെ ആവശ്യം അങ്ങനെയായിരുന്നു. പക്ഷെ സർക്കാരിന്റെ തിരിച്ചടി എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ചും ഈ ഹർജി കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. കേരള പോലീസ് അസോസിയേഷൻ നൽകിയിരിക്കുന്ന ഹർജി കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നോട്ടീസും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഇവിടെ പ്രധാനമായി വരുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു തിരിച്ചടി എന്ന് തന്നെ പറയാം. കാരണം ഹർജി സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം എന്ന് പറയുന്ന ഉത്തരവ് സ്റ്റേ ചെയ്യരുത് എന്നുള്ളതായിരുന്നു. അതേസമയം അത് ഈ KPA കേരള പോലീസ് അസോസിയേഷൻ നൽകിയിട്ടുള്ള ഈ ആവശ്യം ഹർജി ഫയൽ സ്വീകരിക്കുകയും DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ഇതിന്റെ പ്രത്യേകിച്ച് ആസ്തി വിഭജനം, അതിന്റെ അനുപാതം എങ്ങനെ തീരുമാനിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചത്, ഇത്തരം കാര്യങ്ങളാണ് കോടതി സംശയം ഉന്നയിച്ചത്. സർക്കാർ സ്റ്റേ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ ഒരു തുടർ നടപടികൾക്കാണ് അതായത് ഹർജിയിൽ കോടതി ഇടപെടുന്നത് പ്രസക്തി ഇല്ലാതാകുമെന്ന വിലയിരുത്തലിലാണ് ഈ പറയുന്ന തുടർ നടപടികൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് കോടതിയിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നതാണ് ആജ്ഞ രവീന്ദ്രൻ വിശദീകരിച്ചത്. ഇപ്പോൾ VV വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, ഈ മൂന്ന് സംഘടനകൾ രണ്ടാക്കി ചുരുക്കുന്ന ഒരു സാഹചര്യം, അതിന് പിന്നെ ചില രാഷ്ട്രീയം കൂടിയുണ്ട് എന്ന വിമർശനം ഉയർന്നിരുന്നു. അതിനപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും ഇതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അന്തിമമായൊരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ മാത്രമാണ് ആർക്കാണ് വിജയം എന്നത് അറിയാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും ഇപ്പോൾ ഈ നടപടി, ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ വിനോദ്. അഭിലാഷ്, ഈ 3 അസോസിയേഷനുകളെ രണ്ടാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയത്. ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത് കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനുമാണ്. ഇന്ന് എടുത്ത ഹർജി പോലീസ് അസോസിയേഷന്റേതാണ്. നാളെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഹർജിയും എടുക്കുന്നു. ഇതിൽ അഭിലാഷ് പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. കാരണം നിലവിലുള്ള ഭാരവാഹികൾ, അത് അസോസിയേഷന്റെ ഭാരവാഹികളായിരുന്നാലും ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളായിരുന്നാലും CPM അനുകൂല വിഭാഗമാണ്. അവർ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ സമയത്ത് അതാത് സർക്കാരുകൾ ഭരിക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ ചായ്വുള്ളവരാണ് സാധാരണ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത്. അങ്ങനെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന കമ്മിറ്റികളാണ്. പക്ഷെ ഇങ്ങനെ പിരിച്ചുവിടുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമെന്ന കാര്യമാണ് ഈ അസോസിയേഷനുകൾ പ്രധാനമായും കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ പോലീസ് സേനാംഗങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വന്ന ആളുകളാണ്. അപ്പോൾ ആ കാലാവധി നിലനിൽക്കുമ്പോൾ ഇതിനെ DGPയുടെ മാത്രം ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റികളെ പിരിച്ചുവിടുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന കാര്യമാണ് പ്രധാനമായും ഈ അസോസിയേഷനുകൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ചില ചോദ്യങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ അസ്ഥിരപ്പെടുത്താനുള്ള, കമ്മിറ്റികൾ പിരിച്ചുവിടാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്? അത് പ്രധാനമായും ഇങ്ങനെ ഒരു DGP ഒരു റിപ്പോർട്ട് നൽകി, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എങ്ങനെയാണ് പിരിച്ചുവിടാൻ കഴിയുക എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മാത്രമല്ല, വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സംഘടനകളാണ് ഇതെല്ലാം തന്നെ. സ്വന്തമായി കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിന്റെ ആസ്തി വിഭജനം എങ്ങനെയാണ്, ഇതിന്റെ ആസ്തി വിഭജിക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന പൂർണ്ണമായും ഇല്ലാതാക്കുക.
അതായത് ഇടയ്ക്കുള്ള സംഘടനയാണ്. സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ടാകും, പോലീസ് അസോസിയേഷനും ഉണ്ടാകും. ഈ ഇല്ലാതാകുന്ന സംഘടനയുടെ 40% സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന് കൈമാറാനും 60% പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന് കൈമാറാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ആസ്തി വിഭജിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് എന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. ഈ 3 സംഘടനകളെ ഇനി 2 സംഘടനകളാക്കുന്നതിന് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ത് എന്ന കാര്യം ഇനി കോടതിക്ക് മുമ്പിൽ വിശദീകരിക്കേണ്ടി വരും. അങ്ങനെ പല കടമ്പകൾ ഇനി സർക്കാരിന് മുന്നിലുണ്ട്. ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് ഇപ്പോൾ ഈ ഹർജിക്കാർക്ക് ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ സർക്കാരിന്റെ ഉത്തരവ് ദീർഘകാലത്തേക്ക് അസാധുവായി പോകുന്ന അല്ലെങ്കിൽ കോടതി റദ്ദാക്കുന്ന നിലയുണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. അഭിലാഷ്, യെസ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ആജ്ഞ രവീന്ദ്രനും ഒപ്പം വി വിനോദും നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.